ഹരി ഓം. അധ്യായം 6. കംസന്റെ ബലപരാക്രമങ്ങൾ. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ ബഹുലാശ്വൻ ചോദിച്ചു, ഈ അതിശക്തനായ കംസൻ ആരായിരുന്നു? അല്ലയോ നാരദമുനി, അദ്ദേഹത്തിൻ്റെ ജന്മങ്ങളും കർമ്മങ്ങളും വിവരിക്കണമേ. ശ്രീനാരദൻ പറഞ്ഞു, സമുദ്രമഥനാന്തരം ഉണ്ടായ ദേവാസുര യുദ്ധത്തിൽ അസുരനായ കാലനേമിയെ ഭഗവാൻ വിഷ്ണു വധിച്ചു. എന്നാൽ ശുക്രാചാര്യർ അസുരനായ കാലനേമിയെ പുനർജീവനം നൽകി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. മഹാവിഷ്ണുവിനോട് വീണ്ടും യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ മണ്ഡര പർവ്വതത്തിൽ കാലനേമി കഠിനമായി തപസ് ചെയ്തു. കുറേ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അതികഠിനമായ തപസ്സിനാൽ സംപ്രീതനായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവനോട് ഒരു വരം ചോദിക്കാൻ അരുൾ ചെയ്തു. അപ്പോൾ കാലനേമി പറഞ്ഞു, ബ്രഹ്മാണ്ഡത്തിൻ്റെ അധിപനായ മഹാവിഷ്ണുവിനാലല്ലാതെ മറ്റ് അതിശക്തരായ ദേവന്മാരാൽ എൻ്റെ മരണം സംഭവിക്കാതിരിക്കാനായി വരം നൽകണമേ. ശ്രീ ബ്രഹ്മാവ് കാലനേമിയുടെ ആഗ്രഹപ്രകാരം അനുഗ്രഹിച്ചു. നാരദൻ തുടർന്നു പറഞ്ഞു, ഉഗ്രസേനന്റെ ഭാര്യയിൽ ആ അസുരൻ മറ്റൊരു അസുരജന്മം നേടി. അതായിരുന്നു കംസൻ. കുട്ടിക്കാലത്ത് പോലും അദ്ദേഹം മികച്ച ഗുസ്തിക്കാരുമായി പതിവായി പോരാടുമായിരുന്നു. അങ്ങനെയിരിക്കെ എല്ലാ ദിശകളും കീഴടക്കാൻ ആഗ്രഹിച്ച് മഗധയിലെ രാജാവായ ജരാസന്ധൻ യമുനാ തീരത്ത് വിവിധ സ്ഥലങ്ങളിൽ തൻ്റെ രാജകീയ പാളയങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ അതിശക്തനായ കുവലയാപീഠമെന്ന ആന കോപാകുലനായി ചങ്ങല പൊട്ടിച്ച് രാജകീയ പാളയത്തിൽ നിന്ന് ഓടി കംസന്റെ ഗോദയിലേക്ക് പ്രവേശിച്ചു. ഗുസ്തിക്കാർ ആനയെ കണ്ടപ്പോൾ ഉടനെ ഭയന്ന് ഓടിപ്പോയി. ആന തൻ്റെ അടുത്തെത്തിയപ്പോൾ കംസൻ അതിൻ്റെ തുമ്പിക്കൈ പിടിച്ച് നിലത്തേക്ക് എറിഞ്ഞു. കംസൻ ആനയെ വീണ്ടും പിടിച്ച് അകലെയുള്ള ജരാസന്ധന്റെ സൈന്യത്തിലേക്ക് എറിഞ്ഞു. ഈ അത്ഭുതകരമായ ശക്തി കണ്ട് സന്തുഷ്ടനായ മഗധ രാജാവ് തൻ്റെ 2 പെൺമക്കളായ അസ്ഥിയെയും പ്രാപ്തിയെയും അതോടൊപ്പം കുവലയാപീഠമെന്ന ആനയെയും കംസന് നൽകി. വിവാഹ സമ്മാനമായി ജരാസന്ധൻ 100 ദശലക്ഷം കുതിരകളെയും 1,00,000 ആനകളെയും 3,00,000 രഥങ്ങളെയും 10,000 ദാസിമാരെയും നൽകി. പിന്നീട് തൻ്റെ കരങ്ങളുടെ ശക്തിയിൽ അഭിമാനിക്കുന്ന ശക്തനായ കംസൻ യുദ്ധം ചെയ്യാൻ ഉത്സുകനായി ഒറ്റയ്ക്ക് മഹിഷ്മതി നഗരത്തിലേക്ക് പോയി. മഹിഷ്മതി രാജാവിൻ്റെ പുത്രന്മാരായ ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശാലൻ, തോശലൻ എന്നിവർ മല്ലയുദ്ധത്തിൽ എതിരാളികളെ നിലംപരിശാക്കുന്ന മികച്ച ഗുസ്തിക്കാരായിരുന്നു. കംസൻ ശാന്തമായി അവരോട് പറഞ്ഞു, നമുക്ക് മല്ലയുദ്ധം ചെയ്യാം. നിങ്ങൾ വിജയിച്ചാൽ ഞാൻ നിങ്ങളുടെ ദാസനാകും. അഥവാ ഞാൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങളെയെല്ലാം ഞാൻ എൻ്റെ ദാസന്മാരാക്കും. അവർ സമ്മതിച്ചു. അപ്പോൾ കംസൻ അവരുമായി യുദ്ധം ചെയ്യുകയും അവർ അവനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ചാണൂരൻ അവൻ്റെ നേരെ പാഞ്ഞടുത്തപ്പോൾ കംസൻ ആക്രോശിച്ചുകൊണ്ട് അവനെ നിലത്തേക്ക് എറിഞ്ഞു. മുഷ്ടികൻ പാഞ്ഞടുത്തപ്പോൾ കംസൻ അവനെ കുത്തി നിലത്ത് വീഴ്ത്തി. കൂടൻ ആക്രമിക്കാൻ വന്നപ്പോൾ കംസൻ അവനെ നിലത്തടിച്ച് അവൻ്റെ കാലുകൾ പിടിച്ച് ആകാശത്തേക്ക് എറിഞ്ഞു. ശാലൻ തൻ്റെ കൈകൾ വീശി അവൻ്റെ നേരെ പാഞ്ഞടുത്തപ്പോൾ കംസൻ ഒരു കൈ പിടിച്ച് അവനെ നിലത്ത് വലിച്ചിഴച്ചു. എന്നിട്ട് കംസൻ തോശലനെ അടിച്ച് നിലത്ത് വീഴ്ത്തിയ ശേഷം അവനെ അകലേക്ക് എറിഞ്ഞു. തുടർന്ന് കംസൻ അവരെയെല്ലാം തൻ്റെ ദാസന്മാരാക്കിയ ശേഷം അവരോടൊപ്പം പ്രവർഷണപുരിയിലേക്ക് പോയി. അവിടെ കംസൻ ദ്വിവിധൻ എന്ന വാനരനുമായി 20 ദിവസം തളരാതെ യുദ്ധം ചെയ്തു. ദ്വിവിധൻ ഒരു പർവ്വതം പിഴുത് കംസന്റെ തലയിലെറിഞ്ഞു. കംസനും ഒരു പർവ്വതം പിടിച്ച് ദ്വിവിധനുമേൽ എറിഞ്ഞു.
എന്നിട്ട് കംസൻ അവനെ പ്രഹരിച്ച് ബോധരഹിതനാക്കി. അസ്വസ്ഥനായി തളർന്ന് അസ്ഥികൾ ഒടിഞ്ഞ അവൻ കംസന്റെ സേവകനായി. അവിടെ നിന്നും കംസൻ ഋഷിമൂക വനത്തിലേക്ക് പോയി. അവിടെ ഇടിമുഴക്കം പോലെ അലറുന്ന കുതിരയുടെ രൂപമുള്ള കേശി എന്ന ഒരു മഹാരാക്ഷസനുണ്ടായിരുന്നു. അവനെ കീഴടക്കിക്കൊണ്ട് ശക്തിമാനായ കംസൻ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി. ആ പർവ്വതത്തിൽ വെച്ച് സൂര്യനെ പോലെ പ്രകാശമാനനായ പരശുരാമനെ കണ്ടപ്പോൾ കംസൻ മഹർഷിയുടെ മുൻപിൽ തലകുനിച്ച് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ഇതു കണ്ട പരശുരാമൻ കംസനോട് പറഞ്ഞു, നീ ഒരു കൊതുകിനെ പോലെ നിസ്സാരനാണ്. നീ തൻ്റെ ശക്തിയിൽ വ്യാജമായി അഹങ്കരിക്കുന്ന ദുഷ്ടക്ഷത്രിയനാണ്. ഇന്ന് ഞാൻ നിന്നെ കൊല്ലും. എൻ്റെ അരികിലുള്ള ഈ വലിയ വില്ലിന് വളരെയധികം ഭാരമുണ്ട്. ത്രിപുരാസുരനുമായുള്ള യുദ്ധത്തിൽ ഭഗവാൻ വിഷ്ണു ഈ വില്ല് ശിവന് നൽകി. പിന്നീട് ക്ഷത്രിയ വിനാശത്തിനായി ഞാൻ ഇത് ഭഗവാൻ ശിവന്റെ കൈകളിൽ നിന്ന് പ്രാപിച്ചു. പരശുരാമൻ കംസനോട് തുടർന്ന് പറഞ്ഞു, നിനക്ക് ഈ വില്ല് കുലയ്ക്കാൻ സാധിച്ചാൽ ഞാൻ സന്തോഷവാനാകും. അല്ലാത്ത പക്ഷം ഞാൻ നിന്റെ ശക്തി നശിപ്പിക്കും. ഈ വാക്കുകൾ കേട്ട് ആ വില്ലെടുത്ത് കംസൻ അനായാസം കുലച്ചു. എന്നിട്ട് വില്ല് അതിൻ്റെ സ്ഥാനത്ത് വെച്ചുകൊണ്ട് പരശുരാമനെ വണങ്ങി. കംസൻ പറഞ്ഞു, ഓ പ്രഭോ, ഞാൻ ഒരു ക്ഷത്രിയനല്ല, ഞാനൊരു രാക്ഷസനാണ്. ഞാൻ താങ്കളുടെ ദാസനാണ്. ഓ പരമപുരുഷ, എന്നെ രക്ഷിക്കണമേ. ഇത് കേട്ട് പരശുരാമൻ പ്രസാദിച്ച് ആ വില്ല് കംസന് നൽകി. ശ്രീ പരശുരാമൻ പറഞ്ഞു, മഹാവിഷ്ണുവിൻ്റെ ഈ വില്ല് ഒടിക്കുന്നവൻ നിന്നെ കൊല്ലും. കുറച്ചുനാൾ പിന്നിട്ടപ്പോൾ കടൽ തീരത്ത് കംസൻ അഘാസുരൻ എന്ന ഒരു അസുരനെ കണ്ടു. അഘാസുരന് ഒരു സർപ്പത്തിൻ്റെ ശരീരമാണ് ഉണ്ടായിരുന്നത്. ആ സർപ്പം അടുത്ത് വന്ന് കംസനെ കടിച്ചപ്പോൾ നിർഭയനായ കംസൻ അതിൻ്റെ മേൽ ചാടി അതിൻ്റെ കഴുത്ത് ഞെരിച്ച് ഒരു ഹാരം പോലെയാക്കി. കിഴക്കുഭാഗത്ത് അരിഷ്ടൻ എന്ന ഒരു വലിയ കാളരാക്ഷസൻ കംസനുമായി പോരാടി. അരിഷ്ടൻ തൻ്റെ കൊമ്പുകളിൽ ഒരു പർവ്വതം ഉയർത്തി കംസനുമേൽ എറിഞ്ഞു. അപ്പോൾ കംസനും ഒരു പർവ്വതമെടുത്ത് അരിഷ്ടന്റെ നേരെ എറിഞ്ഞു. ഒറ്റ അടികൊണ്ട് കംസൻ അരിഷ്ടനെ കീഴ്പ്പെടുത്തി. ഈ വിജയത്തിനു ശേഷം കംസൻ വടക്കോട്ട് പോയി. അവിടെ കംസൻ പ്രാഗ്ജ്യോതിഷ നഗരത്തിൻ്റെ വളരെ ശക്തനായ രാജാവും ഭൂദേവിയുടെ മകനുമായ നരകാസുരനോട് പറഞ്ഞു, ഓ രാക്ഷസ രാജാവേ, എന്നോട് യുദ്ധം ചെയ്താലും അങ്ങ് ജയിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ദാസനാകും. അതല്ല, ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയെ എൻ്റെ ദാസനാക്കും. നരകാസുരന്റെ കൽപ്പനയനുസരിച്ച് ആദ്യം പ്രലംബാസുരൻ എന്ന ഒരു അസുരൻ കംസനുമായി പോരാടി. കംസൻ അവനെ മല്ലിട്ട് കീഴ്പ്പെടുത്തി. അപ്പോൾ ധേനുകാസുരൻ എന്ന അസുരൻ വന്ന് കംസനെ പിടിച്ചു. കംസൻ കോപത്തോടെ അവനെ ദൂരേക്ക് എറിഞ്ഞു. അവനുമേൽ ചാടി അവനെ നിലം പരിശാക്കി. ശേഷം നരകാസുരന്റെ കൽപ്പന മാനിച്ച് തൃണാവർത്തൻ എന്ന ഒരു രാക്ഷസൻ കംസനെ ആകാശത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. ബാഹ്യാകാശത്ത് അവനോട് യുദ്ധം ചെയ്തു. അളവറ്റ ശക്തിയോടെ കംസൻ തൃണാവർത്തനെ ബാഹ്യാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വലിച്ചിറക്കി അവൻ്റെ വായിൽ നിന്നും രക്തം ഛർദ്ദിക്കാൻ ഇടയാക്കി. ബകാസുരൻ എന്ന കൊക്കിൻ്റെ രൂപത്തിലുള്ള രാക്ഷസൻ കംസനെ തൻ്റെ കൊക്ക് കൊണ്ട് വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ കംസൻ ഒരു മിന്നൽ പ്രഹരം കൊണ്ട് അതിനെ വീഴ്ത്തി. ബകാസുരൻ ഉടനെ തന്നെ കംസനെ തുപ്പിക്കളഞ്ഞു. അപ്പോൾ ബകാസുരന്റെ പൂതന എന്നു പേരുള്ള സഹോദരി വന്ന് കംസനുമായി യുദ്ധം ചെയ്യുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. കംസൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, ഹേ പൂതനെ, എൻ്റെ വാക്കുകൾ കേൾക്കൂ. ഞാൻ ഒരു സ്ത്രീയോട് ഒരിക്കലും പോരാടില്ല. ബകാസുരനെ ഞാൻ യുദ്ധത്തിൽ തോൽപ്പിച്ചുവെങ്കിലും അവനെ എൻ്റെ സഹോദരനായി കണക്കാക്കുന്നു. അതുകൊണ്ട് നീയും എൻ്റെ സഹോദരിയാവണം. ഇതോടെ 6-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.